വെൽക്കം ടു ചന്ദ്രൂസ് കിച്ചൺ. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈക്കായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ചെമ്പല്ലിയാണ്. കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്പല്ലി. ഇതിങ്ങനെ വരഞ്ഞു വെക്കണം. ഫ്രൈ ആക്കാനായിട്ട് ഇതുപോലെ വരഞ്ഞു വെക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇതിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണിത്. ഇനി ഈ പേസ്റ്റിലേക്ക് കുരുമുളക് പൊടി, എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഈ പേസ്റ്റിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഈ അരപ്പ് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അരപ്പ് നന്നായി നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് നന്നായി മിക്സ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കും ഗ്രേവി പിടിപ്പിക്കാം. ഈ അരപ്പ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് വയ്ക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടും. ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. മീനിൽ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കുഴപ്പമില്ല. നമുക്ക് മീനിലേക്ക് ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. മറ്റേ വശം കൂടെ വേവണം. ഒരു മീഡിയം ചെയ്തിട്ടാൽ മതി. ഫുള്ള് ഇട്ടാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. തുടങ്ങും. ഒന്നും കൂടെ മുരിയാനുണ്ട്. പിന്നെ മണം കേട്ടിട്ട് ഇപ്പം തന്നെ പൊടിയാവുന്നു. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാത്തിൻ്റെയും കൂടെ ഗ്രേവിയുടെ മണം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching.